എത്ര കഴിച്ചാലും മതിവരാത്തൊരു മലബാർ സ്പെഷ്യൽ ഇഫ്താർ ഡിഷിൻ്റെ റെസിപ്പിയുമായാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. കറിയട അല്ലെങ്കിൽ കീര അട എന്ന് പറയുന്ന ഈ ഒരു വിഭവം മലബാർ ഏരിയകളിൽ ഇഫ്താറിൻ്റെ സ്പെഷ്യലായിട്ട് കാണുന്ന ഒരു ഐറ്റമാണ്. മസാല നിറച്ച് കറിയിൽ വറ്റിച്ചെടുക്കുന്ന ഈ ഒരു വിഭവം നിങ്ങൾ ഒരു തവണയെങ്കിലും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. സ്നാക്കായിട്ടും മെയിൻ കോഴ്സായിട്ടും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു വിഭവം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്കൊരു ഗ്രേവി തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കടായിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ 2 മീഡിയം സൈസ് വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഉള്ളി പെട്ടെന്നൊന്ന് വാടി വരാനായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മളിത് ചെറിയ തീയിൽ കവർ ചെയ്ത് 1 മിനിറ്റ് വെച്ച് കൊടുക്കണം, ഈ ഉള്ളി ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉള്ളി ഇവിടെ നല്ല പോലെ വാടി വന്നിട്ടുണ്ട്. ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നാൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് പഴുത്ത തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് കവർ ചെയ്തിട്ട് തക്കാളിയൊക്കെ ഒന്ന് വാടി വരുന്നത് വരെ ചെറിയ തീയിലൊന്ന് വെച്ച് കൊടുക്കണം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഉടഞ്ഞു വന്നാൽ മതി. ഇനി നമ്മളിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാദാ പൗഡർ ഉപയോഗിക്കാം. ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഏകദേശം 1/2 കിലോ ചിക്കൻ്റെ ഗ്രേവിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുള്ള മസാലയും പൊടികളുമാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള പൊടികളുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 കിലോ ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള ചിക്കൻ്റെ പീസാണിത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു കറിയട ചിക്കൻ വെച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഫ് വെച്ചും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, അതായത് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും പച്ചമുളകും ഒക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ട്. ബാക്കി ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചിക്കൻ ആയതുകൊണ്ടാണ് ഈ ഒരു ഗ്രേവി കടായിൽ തയ്യാറാക്കി എടുക്കുന്നത്. നിങ്ങൾ ബീഫ് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ കുക്കറിൽ ചെയ്തെടുത്താൽ മതി. നമ്മളിതിലേക്കൊരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കവർ ചെയ്തിട്ട് ചിക്കൻ വേവുന്നത് വരെ ഇത് കുക്ക് ചെയ്തെടുക്കണം. ഈ ഒരു ചിക്കൻ ഗ്രേവിയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തേങ്ങയുടെ ഒരു അരപ്പ് വേണം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 5-6 ചെറിയുള്ളിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, അതായത് വലിയ ജീരകവും 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ അരച്ച് പേസ്റ്റാക്കി എടുക്കണം. ഈ ഒരു രീതിയിലാണ് നമ്മൾ തേങ്ങ അരച്ചെടുക്കേണ്ടത്. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകണ്ട, എന്നാൽ അരയും വേണം. ഈ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ചിക്കൻ്റെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ നല്ലതുപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. സാധാരണയായിട്ട് ഈ ഒരു അട തയ്യാറാക്കുമ്പോൾ ഇതിന് സ്റ്റഫിങ് തയ്യാറാക്കാനായിട്ട് ചിക്കനോ അല്ലെങ്കിൽ ബീഫോ സെപ്പറേറ്റ് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു കറിയിൽ നിന്നും ഒരു 3-4 പീസ് ചിക്കൻ എടുത്ത് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുക്കിംഗ് ടൈം ഒരുപാട് ലാഭിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കറിയിൽ ചേർത്തിട്ടുള്ള 1/2 കിലോ ചിക്കൻ പീസിൽ നിന്ന് ഒരു 4 പീസ് ചിക്കൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലുള്ളൊരു 4 പീസ് ചിക്കനാണ് എടുത്ത് മാറ്റി വെച്ചിട്ടുള്ളത്. ബാക്കിയുള്ള ചിക്കൻ്റെ ഗ്രേവിയിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള തേങ്ങയുടെ പേസ്റ്റ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഗ്രേവി ഒരുപാട് ലൂസായി പോകരുത്, ഒരുപാട് തിക്കും ആയി പോകരുത്. ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലായിരിക്കണം. എങ്കിലേ നമ്മളിതിലേക്ക് അട ഇട്ട് കുക്ക് ചെയ്യുമ്പോൾ നല്ലതുപോലെ അടയിലേക്ക് കറിയൊക്കെ പിടിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊന്ന് തിള വന്നാൽ തീ ഓഫ് ചെയ്തിട്ട് കവർ ചെയ്തിട്ട് നമുക്ക് ഈ ഗ്രേവി അങ്ങ് മാറ്റി വെക്കാം. ഇനി നമ്മൾ അടയിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കടായിലേക്ക്
1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ 2 മീഡിയം സൈസ് വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടി വരാനായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കവർ ചെയ്തിട്ട് ചെറിയ തീയിൽ ഒരു 1 മുതൽ 2 മിനിറ്റ് വരെ വെച്ച് കൊടുക്കാം. ഉള്ളി ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിലൊന്ന് വാടി വന്നാൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ആയിട്ട് ചതക്കിയെടുത്താണ്. കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതായത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് 1 ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ പൊടികളാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ചേർത്തിട്ടുള്ള ഈ ഒരു പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മല്ലിപ്പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ മല്ലിപ്പൊടി ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതായത് നമ്മൾ നേരത്തെ കറിയിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ച ഒരു 4 കഷ്ണം ചിക്കൻ ഇല്ലേ, ആ പീസാണ് കേട്ടോ. അത് ക്രഷ് ചെയ്തിട്ട് ഇതുപോലെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ അടയിലേക്കുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി നമ്മൾ അട തയ്യാറാക്കാനായിട്ടുള്ള അരിപ്പൊടി കുഴച്ചെടുക്കണം. ഞാനിവിടെ 1.5 കപ്പ് പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പത്തിരിപ്പൊടി റെഡിയാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊന്ന് കാണണം. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല മയത്തിലൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ സാധാരണ വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്, പച്ചവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ട്രഡീഷണൽ രീതിയിൽ പൊന്നി അരി കുതിർത്ത് അരച്ചെടുത്തിട്ടാണ് ഈ ഒരു അട തയ്യാറാക്കിയെടുക്കുന്നത്. ഞാനിതിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് അരിപ്പൊടി വെച്ച് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള നല്ല മയത്തിലുള്ള മാവാണ് വേണ്ടത്. ഇനി നമ്മൾ അട തയ്യാറാക്കിയെടുക്കാം. നമ്മൾ സാധാരണയായിട്ട് മീനടയൊക്കെ ചെയ്യുന്ന അതേ ഒരു രീതിയിലാണ് ഈ അടയും ചെയ്യുന്നത്. പക്ഷേ വളരെ ചെറിയ അടയാണ് ഇതിന് തയ്യാറാക്കിയെടുക്കേണ്ടത്. മീനടയൊന്നും ചെയ്യുന്നത് പോലെ ഒരുപാട് വലിയ അടയൊന്നും വേണ്ട. എത്ര കുഞ്ഞ് അട ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും ചെറുതായിട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെയ്തത് കുറച്ച് വലിപ്പം കൂടിപ്പോയിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ചെറിയ അട ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് സമയമാവും. അതുകൊണ്ട് ഞാൻ കുറച്ച് വലുതായിട്ട് അങ്ങ് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെറിയൊരു ഉരുള അരിമാവ് എടുത്തിട്ട് കൈവെള്ളയിൽ വെച്ചൊന്നങ്ങ് പരത്തിയിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല 1 സ്പൂണ് ഇതിനുള്ളിലായിട്ട് വെച്ചിട്ട് ഇതേപോലെ വശങ്ങളൊന്നങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണയായിട്ട് അട ഉണ്ടാക്കുന്ന അതേ രീതി തന്നെ, പക്ഷേ വലിപ്പത്തിൽ സാധാരണ ഉണ്ടാക്കുന്ന അടനേക്കാളും വളരെ ചെറുതായിരിക്കണം. അതായത് കുഞ്ഞി അട ആയിരിക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ അരിമാവും മസാലയും തീരുന്നത് വരെ നമുക്ക് അട തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നാട്ടിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ 2-3 ആൾക്കാരുണ്ടാവുമല്ലോ, വീട്ടിൽ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ 2-3 ആളൊക്കെ ഇരുന്നിട്ട് തയ്യാറാക്കുവാണെങ്കിൽ നല്ല ചെറിയ അട ഉണ്ടാക്കിയാൽ മതി. കാണാനും ഭംഗിയാണ്. അതുപോലെ തന്നെ ചെറിയ അട ആകുമ്പോൾ കഴിക്കാനും കൂടുതൽ ടേസ്റ്റിയാണ്. ഇഫ്താറിനുള്ള എണ്ണ പലഹാരങ്ങളിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ഇതേപോലെ പുഴുങ്ങിയിട്ടുള്ള പലഹാരങ്ങളൊക്കെ ആകുമ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറിനും ഒരു ആശ്വാസമാണ്. അപ്പോൾ ഇതേപോലെ എല്ലാ അടയും നമുക്ക് തയ്യാറാക്കി എടുക്കണം. ഞാനിപ്പോൾ കുറച്ചാണ് ഒരു പ്ലേറ്റിൽ കാണിച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഞാൻ ബാക്കി അടയും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അട ഒന്ന് പുഴുങ്ങിയെടുക്കണം. നമ്മൾ സാധാരണ മീനടൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് തട്ട് വെച്ചെടുത്തതിന് ശേഷം ഒരു വാഴയില വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അട വെച്ച് കൊടുക്കാം. ഒരു കാര്യം പറയാൻ മറന്നുപോയി, അരിമാവ് പരത്തിയെടുക്കുമ്പോൾ കയ്യിലൊട്ടുവാണെങ്കിൽ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിക്കോട്ടോ. ഇനി നമ്മളിത് കവർ ചെയ്തിട്ട് പുഴുങ്ങിയെടുക്കണം. 3 ഡിഫറെൻറ്റ് ഫ്ലേവറിൽ മീനുണ്ട തയ്യാറാക്കി എടുക്കുന്ന വീഡിയോ ഞാനിതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അപ്പോൾ നമ്മൾ അട ഇവിടെ നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്ന വലിയ മീനട കുക്ക് ചെയ്യുന്ന അത്ര സമയമൊന്നും വേണ്ട, അതിനേക്കാൾ പെട്ടെന്ന് കുക്കാവും. കാരണം ഇത് ചെറിയ അടയല്ലേ. അപ്പോൾ നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുള്ള അട ഇതുപോലൊരു പ്ലേറ്റിലേക്ക് ചൂടാറാനായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറി ഒന്നുകൂടെ അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കണം. അതായത് കറി ഒന്ന് തിളപ്പിക്കണം.
ഈ ഒരു ചൂടായ കറിയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഫില്ല് ചെയ്ത അട ഇട്ട് കൊടുത്തിട്ട് വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അട ഓരോന്നായിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കണം. നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ അട ഉണ്ടാക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കറിയും ക്വാണ്ടിറ്റി കൂട്ടണം കേട്ടോ. അതായത് ഒരു മീഡിയം തിക്ക് ഗ്രേവിയിൽ കിടന്നിട്ട് ഈ അട ഒന്ന് നല്ലതുപോലെ കുക്കായിട്ട് വറ്റി വരണം. അട ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിന് മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാല ഫില്ലിങ് വെച്ചിട്ടുള്ള ഈ ഒരു അട നമ്മൾ കറിയിലേക്ക് ഇട്ട് കുറച്ച് സമയം കുക്ക് ചെയ്ത് വറ്റിച്ചെടുക്കുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. നമ്മൾ സാധാരണ കഴിക്കുന്നതിനും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിതിന് മുകളിലായിട്ട് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ടുണ്ട്, പച്ച വെളിച്ചെണ്ണ. ഇനി ഇത് കവർ ചെയ്തിട്ട് ചെറിയ തീയിൽ വെച്ച് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ കണ്ടില്ലേ, അട ഇപ്പം നല്ലതുപോലെ കറിയിൽ കിടന്ന് വറ്റി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നുന്നില്ലേ? അപ്പം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. കുറച്ചൊരു മെനക്കേടാണെങ്കിലും ടേസ്റ്റ് സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല റെസിപ്പികളുമായി വീണ്ടും കാണാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.